2019 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ഡൊമിനേറ്ററിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ഒരു ഫൈറ്റിൽ നിന്നുമാണ്. മിൻസു എന്ന പയ്യനും ഹാൻചുൾ എന്ന പയ്യനും തമ്മിൽ സ്കൂൾ റൂഫ് ടോപ്പിൽ വെച്ച് ഫൈറ്റ് നടക്കുന്നു. ഹാൻചുളിന്റെ കുട്ടികൾ ചുറ്റിലുമുണ്ട്. മിൻസു വന്ന് ദയനീയമായി ആ ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടു. മറുവശത്ത് ജിൻമാൻ എന്ന പേരുള്ള ഒരു പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. അവനും അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അന്നവൻ തന്റെ ബോക്സിംഗ് ജിമ്മിൽ കോച്ചിനൊപ്പം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അടുത്ത ദിവസം മിൻസു ജിൻമാനെ ചെന്നു കണ്ടു. തലേ ദിവസം ഹാൻചുള്ളുമായുള്ള ഏറ്റുമുട്ടലിൽ അവനേറ്റ പരാജയം അവൻ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. തന്നെ ബോക്സിംഗ് പഠിപ്പിക്കാമോ, ട്രെയിൻ ചെയ്യിപ്പിക്കാമോ എന്ന് മിൻസു ജിൻമാനോട് ചോദിച്ചു. മിൻസു അപേക്ഷിക്കും പോലെ ചോദിച്ചെങ്കിലും അതിന് പറ്റില്ലെന്നായിരുന്നു ജിൻമാന്റെ മറുപടി. സ്കൂളിലെ ഏറ്റവും പ്രധാനികളാകണം എന്നതാണ് ഹാൻചുളിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. അതിനെതിരെ നിൽക്കുന്നവരെ ഓരോരുത്തരെയായി പരാജയപ്പെടുത്താൻ ഹാൻചുൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഹാൻചുൾ തന്നെ കണ്ടെത്തിയ എതിരാളിയായിരുന്നു ജുങ്ക്യു. ജുങ്ക്യുക്കും ഹാൻചുളിനെ പോലെ ഒരു സംഘമുണ്ട്. ഹാൻചുൾ ജുങ്ക്യുക്ക് മുമ്പിലെത്തി ജുങ്ക്യുയെ ഒരു ഫൈറ്റിനായി വെല്ലുവിളിച്ചു. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആരാണെന്നങ്ങ് ഡിസൈഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞായിരുന്നു വെല്ലുവിളി. ജുങ്ക്യുയും ആ വെല്ലുവിളി സ്വീകരിച്ചു. തന്റെ കരുത്ത് തെളിയിക്കണം എന്ന് ജുങ്ക്യുക്കും ഉണ്ടായിരുന്നു. ഹാൻചുൾ മാർഷൽ ആർട്സിൽ മികച്ചവനാണെന്നും ജുങ്ക്യു സൂക്ഷിക്കണം എന്നും അവന്റെ കൂട്ടുകാർ ആ സമയം പറഞ്ഞു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഹാൻചുൾ തന്റെ കൂട്ടുകാരുമൊത്ത് ഹാങ് ഔട്ട് ചെയ്യുകയായിരുന്നു. കൂട്ടുകാരുടെ പേര് മൂൺഹാക്ക് എന്നും ടേഹാനുമെന്നുമാണ്. സംസാരത്തിനിടയിൽ മൂൺഹാക്കിന് ഇതുവരെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവർ മൂൺഹാക്കിനെ കളിയാക്കി സംസാരിച്ചു. ടേഹാൻ ഹാൻചുള്ളിനോട് മൂൺഹാക്കിനൊരു പ്രണയമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കട എന്ന് തമാശ രീതിയിൽ പറയുകയും ചെയ്തു. അന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ ശേഷം പറഞ്ഞ പോലെ സ്കൂളിന് വെളിയിലെ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഹാൻചുള്ളും ജുങ്ക്യുവും ഏറ്റുമുട്ടി. അതിനോടടുപ്പിച്ച ആ സമയം ജിൻമാനും നടന്നുപോയിരുന്നു. പക്ഷെ അവനതിൽ ഇടപെടാനോ ഒന്നിനും പോയതേയില്ല. പിന്നാലെ പോലീസ് വരുന്ന ശബ്ദം കേട്ടതും ഫൈറ്റ് അവസാനിപ്പിച്ച് കുട്ടികളുടെ സംഘങ്ങൾക്ക് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. ശേഷം ഹാൻചുള്ളും കൂട്ടുകാരും ഒരു കഫേയിൽ പോയി. ബോറയെന്നും നിങ്യോളെന്നും പേരുള്ള 2 പെൺകുട്ടികളും അവർക്കൊപ്പം ജോയിൻ ചെയ്തിരുന്നു. ടേഹാൻ ബോറയ്ക്കൊപ്പം ഫ്ലൈറ്റ് ചെയ്തപ്പോൾ ഹാൻചുൾ നിങ്യോളുമായി ഫ്ലൈറ്റ് ചെയ്തു. അടുത്ത ദിവസം സ്കൂളിലെത്തി പതിവ് പോലെ ഹാൻചുള്ളും കൂട്ടുകാരും ഗ്രൂപ്പ് കൂടിയപ്പോൾ ടേഹാൻ ഒരു കാര്യം പറഞ്ഞു. തന്റെ കയ്യിൽ ഒരു വീഡിയോ കിട്ടിയെന്നും നമ്മുടെ സ്കൂളിലെ തന്നെ ഒതുങ്ങി നടക്കുന്ന ആ ജിൻമാനില്ലേ, അവൻ 2 കുട്ടികൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവരെ താഴെ വീഴ്ത്തുന്നതാണ് ആ വീഡിയോ എന്നും ടേഹാൻ വ്യക്തമാക്കി. ഹാൻചുള്ളും ആ വീഡിയോ കണ്ടു. സ്കൂളിൽ ഏറ്റവും മികച്ചത് താനായിരിക്കണം എന്ന് ഹാൻചുള്ളിനുണ്ടായിരുന്നു. ജിൻമാനെയും പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ച് ഹാൻചുൾ ജിൻമാന്റെ മുമ്പിലേക്ക് ചെന്നു. ഒരു ഫൈറ്റിന് ജിൻമാനെ വെല്ലുവിളിച്ചു. ജിൻമാനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കിയെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നുണ്ടായിരുന്ന ജിൻമാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. ഹാൻചുള്ളിന്റെ വെല്ലുവിളിയൊന്നും അവൻ ഭയന്നതുമില്ല. ജിൻമാന്റെ ആ കാം ആറ്റിറ്റ്യൂഡ് ഹാൻചുള്ളിന് വലിയൊരു വെല്ലുവിളിയായി തോന്നി. അന്ന് വൈകുന്നേരം മറ്റൊരു സംഭവവും ഉണ്ടായി. ജിൻമാൻ പരിശീലിക്കുന്ന ബോക്സിംഗ് ജിമ്മിൽ മിൻസുവും ജോയിൻ ചെയ്യാനെത്തി. ജിൻമാൻ അത് നോക്കിക്കണ്ടിരുന്നു. അടുത്ത ദിവസം മറ്റൊരു സംഭവം നടന്നു. സ്കൂൾ കഴിഞ്ഞ് പോകുന്ന വഴിയിൽ മൂൺഹാക്ക് സ്കൂൾ കഴിഞ്ഞ് പോവുകയായിരുന്ന യൂക്യുങ് എന്ന പെൺകുട്ടിക്കടുത്ത് മോശമായി പെരുമാറി. അവൾ അവനെ തല്ലുക പോലും ചെയ്തു. കൂടുതൽ ദേഷ്യത്തിൽ മൂൺഹാക്ക് യൂക്യുങ് എന്ന ആ പെൺകുട്ടിയോട് കൂടുതൽ റൂഡായി ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ആ സമയമായിരുന്നു അതുവഴി ജിൻമാൻ കടന്നു വന്നത്. ജിൻമാൻ മൂൺഹാക്കിനെ അടിച്ചിട്ട് യൂക്യുങ്ങിനെ സംരക്ഷിച്ചു. ജിൻമാന്റെ ആ പ്രവൃത്തിയിൽ യൂക്യുങ്ങിന്റെ മുഖത്ത് അവനോടൊരു താല്പര്യവും തെളിഞ്ഞു വന്നു. യൂക്യുങ്ങിനോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ ജിൻമാൻ അവിടെ നിന്ന് പോയി. യൂക്യുങ് അവൻ പോകുന്നതും നോക്കി നിന്നു. ബോക്സിംഗ് ജിമ്മിൽ ജിൻമാനും മിൻസുവും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പ്രാക്ടീസിനിടയ്ക്ക് മിൻസു വീണ്ടും ജിൻമാന്റെ മുമ്പിലെത്തി. ബോക്സിംഗ് ടെക്നിക്കുകളും ഫൈറ്റിംഗ് സ്കില്ലും ഉണ്ടാക്കാൻ തന്നെ പരിശീലിപ്പിക്കാമോ എന്ന് വീണ്ടും ചോദിച്ചു. ജിൻമാൻ ആരോടോ പ്രണയമുണ്ടെന്ന് തനിക്കറിയാം. അത് യൂക്യുങ് എന്ന ആ പെൺകുട്ടിയല്ലേ
എന്നെ ബോക്സിംഗ് പഠിപ്പിക്കാൻ സഹായിച്ചാൽ പ്രണയത്തിൽ ഞാനും സഹായിക്കാം എന്ന് മിൻസു ആ സമയം അവനോട് പറഞ്ഞു. പെട്ടെന്ന് സമ്മതിച്ചില്ലെങ്കിലും ജിൻമാൻ മിൻസുവിന്റെ ഓഫറിന് വഴങ്ങി. ജിൻമാൻ അന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ യൂക്യോങ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ജിൻമാൻ വല്ലാതെ നെർവസായി. അവളോട് അടുക്കാനോ സംസാരിക്കാനോ അവനത്ര ധൈര്യമുണ്ടായിരുന്നില്ല. അതോടെ മുഖം കൊടുക്കാതെ അവൻ നടന്നു നീങ്ങി. മിൻസു അത് കണ്ടിരുന്നു. ജിൻമാനെ പിടിച്ചു നിർത്തിയ മിൻസു പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ജിൻമാനെ കോച്ചിങ് കൊടുത്തു. അടുത്ത ദിവസം മുതൽ സ്കൂളിൽ ഒരു വാർത്ത പരക്കുന്നുണ്ടായിരുന്നു. ജിൻമാനെതിരെ ഫൈറ്റ് ചെയ്ത് അതിൽ വിജയിക്കുന്നവർക്ക് 1,000,000 വോൺ നൽകപ്പെടും എന്ന തരത്തിലായിരുന്നു ആ വാർത്ത. അത്തരത്തിലൊന്ന് പരക്കുന്നതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുവാൻ മിൻസു ജിൻമാനോട് പറഞ്ഞു. പ്രത്യേകിച്ചും ഹാൻചുളിനെ സൂക്ഷിക്കണമെന്നും അവനാകും ഇതിന് പിന്നിലെന്നും സ്കൂളിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മിൻസു കൂട്ടിച്ചേർത്തു. പോരാത്തതിന് ഇനി മുതൽ അവന്റെ കാമുകിയെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് സംസാരിക്കണമെന്നും മിൻസു ഒരു ടിപ്പും പറഞ്ഞുകൊടുത്തു. പക്ഷേ ജിൻമാന് ഉണ്ടാക്കി ചിരി വരുമായിരുന്നില്ല. അവൻ ഉണ്ടാക്കി ചിരിക്കുമ്പോൾ അത് കാണുന്നവർക്ക് ചിരിയുണർത്തുന്ന തരത്തിലുമായി മാറി. ജിൻമാൻ ആണെങ്കിൽ അതിനു മുമ്പ് ഡേറ്റിനൊന്നും പോയിട്ടുമില്ല. എന്തായാലും അന്ന് കുറച്ച് ധൈര്യം കിട്ടിയതോടെ യൂക്യോങ്ങും ഒന്നിച്ചവൻ ഡേറ്റിന് പോയി. പക്ഷേ മിൻസു പറഞ്ഞ പോലെ ചിരിക്കാൻ ശ്രമിച്ച് അതാകെ കുളമാവുകയായിരുന്നു ചെയ്തത്. അടുത്ത ദിവസം മിൻസുവും ജിൻമാനും സംസാരിച്ചു. തലേ ദിവസത്തെ ഡേറ്റ് കുളമായെന്നും താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി താൻ വളരെ വിചിത്രമായി പെരുമാറുന്നു എന്നാ പറഞ്ഞത് എന്നും അവൻ വ്യക്തമാക്കി. പക്ഷേ ഭാഗ്യവശാൽ അവൾ വീണ്ടും ഒരു ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അങ്ങനാണെങ്കിൽ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന അർത്ഥം എന്ന് പറഞ്ഞ മിൻസു അടുത്ത ഡേറ്റിന് പോകുമ്പോൾ ജിൻമാനോട് അവളെ പ്രപ്പോസ് ചെയ്യാനും ആവശ്യപ്പെട്ടു. അന്ന് വൈകിട്ട് ജീമാൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ടേഹാൻ ജീമാനെ ആക്രമിക്കാനെത്തി. അവർ തമ്മിൽ ഒരു ഫൈറ്റ് തന്നെ അരങ്ങേറി. പക്ഷേ ജിൻമാന് മുമ്പിൽ പിടിച്ചു നിൽക്കൽ ടേഹാൻ അത്ര എളുപ്പമായിരുന്നില്ല. കരുത്തനായ ജിൻമാൻ വളരെ പെട്ടെന്ന് തന്നെ ടേഹാനെ പരാജയപ്പെടുത്തി. ടേഹാൻ പിന്നീട് ഹാൻചുളിനെ ചെന്നു കണ്ടു. അവൻ എത്രമേൽ സ്ട്രോങ്ങസ്റ്റ് ആണ് എന്ന് ഹാൻചുളിനോട് വിശദീകരിച്ചു. അത് കേട്ടതും ഒരു തന്ത്രം മെനഞ്ഞ ഹാൻചുൾ ജുങ്ക്യോയുടെ അടുത്തെത്തി. ജുങ്ക്യോയോട് എത്രയും വേഗം ജിൻമാനുമായി ഫൈറ്റ് ചെയ്ത് വിജയിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏറ്റുമുട്ടലോടെ ജുങ്ക്യോ ഏറെക്കുറെ പരാജയം സമ്മതിച്ച പോലായിരുന്നു. ജുങ്ക്യോ ജിൻമാനെ പരാജയപ്പെടുത്തിയാൽ സ്കൂളിലെ തന്നെ ടോപ്പ് ഫൈറ്റർ അവനായി മാറും. പക്ഷേ ജുങ്ക്യോയുടെ സുഹൃത്തുക്കൾ അതിലൽപ്പം വറീഡായിരുന്നു. എന്തായാലും ആദ്യം ഞങ്ങളൊന്ന് മുട്ടി നോക്കാം എന്നവർ പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ ജിൻമാൻ കോളേജ് കഴിഞ്ഞ് ജിമ്മിലേക്ക് പോകുമ്പോൾ ജുങ്ക്യോയുടെ 2 കൂട്ടുകാർ അവനെ തടഞ്ഞു ഫൈറ്റ് ചെയ്യാനെത്തി. വൈകാതെ ശക്തമായ ഫൈറ്റും നടന്നു. രണ്ടുപേരെയും ഒന്നിച്ച് ജിൻമാൻ എതിരിടേണ്ടി വന്നെങ്കിലും ജിൻമാൻ തന്നെയായിരുന്നു ഒടുവിൽ വിജയിച്ചതും. പക്ഷേ സങ്കടകരമായ കാര്യമെന്തെന്നാൽ ആ ഫൈറ്റിൽ ജിൻമാന്റെ വാരിയലിന് പരിക്കുപറ്റി. പക്ഷേ ജിൻമാന് ട്രെയിനിങ് ഒഴിവാക്കണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിൻസുവിനൊപ്പം അവൻ ജിമ്മിലെത്തി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പരിക്കിൽ നിന്നും സാരമായ വേദന എടുക്കുന്നുണ്ടായിരുന്നു. മിൻസു ആകട്ടെ ഹാൻചുളിനോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയിൽ തന്റെ ട്രെയിനിങ് മികച്ച രീതിയിൽ തുടർന്നു പോന്നു. വൈകാതെ യൂക്യുങ്ങിനൊപ്പം ജിൻമാൻ വീണ്ടും ഡേറ്റിന് പോയി. അന്ന് യൂക്യുങ് അവനായി ഒരു ഗിഫ്റ്റും കൊടുത്തു. അന്ന് അവിടെ നിന്നും തിരികെ പോകുമ്പോൾ വീട്ടിലേക്ക് എത്തുന്ന സമയം തന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ ജിൻമാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ സന്ദർഭം എത്തിയതും അത് പറയാൻ കഴിയാതെ ജിൻമാൻ വല്ലാതായി. അതോടെ പ്രണയം തുറന്നു പറയാനുള്ള അവന്റെ ശ്രമവും പരാജയപ്പെട്ടു. മറുവശത്ത് മൂൻഹാക്കാകട്ടെ നുനു എന്ന ഒരു പെൺകുട്ടിയോട് ആദ്യമായി പ്രണയം തുറന്നു പറയാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് ടേഹാൻ കടന്നു വന്നു. ടേഹാൻ നുനുവിനോട് അടുപ്പത്തിൽ ഇടപഴകാൻ തുടങ്ങി. വൈകാതെ ഒരു ലവ് ട്രയാങ്കിൾ ഡ്രാമ അവിടെ വെളിപ്പെടുകയായിരുന്നു. മറ്റൊരു വശത്ത് തന്റെ കൂട്ടുകാരെ തല്ലിച്ചതച്ചതിൽ ജിൻമാനെടുക്കൽ ജുങ്ക്യോക്ക് വലിയ തോതിൽ അരിശം വന്നിരുന്നു. അവനുമായി ഏറ്റുമുട്ടാൻ ജുങ്ക്യോ തീരുമാനിച്ചു. കഥ ചുരുക്കി പറഞ്ഞാൽ ജുങ്ക്യോ ജിൻമാനെതിരെ വിജയിച്ചു എന്ന വാർത്തയായിരുന്നു സ്കൂളിൽ നിറഞ്ഞത്. വൈകാതെ ആ വിവരം ഹാൻചുളിന്റെ ചെവിയിലും എത്തി. പക്ഷെ അത് അംഗീകരിക്കാൻ ഹാൻചുളിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ജിൻമാൻ എന്തോ സാരമായ പരിക്കുണ്ടായിരുന്നിരിക്കണം, അല്ലാതെ അവനെ അങ്ങനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഹാൻചുൾ പറഞ്ഞു. അന്ന് വൈകിട്ട് ജിൻമാനും യൂക്യുങ്ങും വീണ്ടും ഒരു ഡേറ്റിന് പോയി. ജിൻമാന്റെ ദേഹത്തെ
ദേഹത്തെ പരിക്കുകൾ കണ്ട് യോക്യുങ് വല്ലാതെ വറീഡാകുന്നുണ്ടായിരുന്നു. അവൾ തന്നെ പറ്റിയോർത്ത് വല്ലാതെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് ആ സമയം ജിൻമാൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ജിൻമാൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. യോക്യുങ് ആകട്ടെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അന്നു മുതൽ അവർ ഒഫീഷ്യൽ കപ്പിൾസായി ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മറുവശത്ത് നുനുവിനടുക്കൽ ടേഹാൻ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ തനിക്കിഷ്ടം മൂൺഹാക്കിനെയാണെന്ന് പറഞ്ഞ് നുനു ടേഹാന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. അടുത്ത ദിവസം ജോങ്ക്യോവിന്റെ ഒരു കൂട്ടുകാരൻ ഓടി ജോങ്ക്യോവിന്റെ അടുത്തെത്തി. തങ്ങളുടെ ആ പദ്ധതികൾ സീക്രട്ട് പ്ലാൻ ഹാൻചുൾ അറിഞ്ഞ പോലുണ്ട് എന്ന് അവൻ പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ മുമ്പ് സംഭവിച്ചത് എന്തെന്നാൽ ഹാൻചുള്ളും ജിൻമാനും ഏറ്റുമുട്ടുന്നതിന് പകരം അന്നൊരു ഡീൽ ചെയ്തിരുന്നു. സ്കൂളിൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാവാതിരിക്കാനും ഹാൻചുൾ അവന്റെ കാട്ടായങ്ങൾ നിർത്താനും വേണ്ടി ജോങ്ക്യോ തന്നെ മർദ്ദിച്ച് പരാജയപ്പെടുത്തി എന്ന് ജിൻമാൻ അങ്ങ് സമ്മതിക്കുകയായിരുന്നു. ഒരൊറ്റ പഞ്ച് മാത്രമേ അതിന് തെളിവെന്ന രീതിയിൽ ജോങ്ക്യോവിൽ നിന്ന് ജിൻമാൻ ഏറ്റുവാങ്ങിയിരുന്നുമുള്ളൂ. അതോടെ സ്കൂളിലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങും എന്ന് ജിൻമാൻ പ്രതീക്ഷിച്ചിരുന്നു. വിവരം ഹാൻചുൾ അറിഞ്ഞതോടെ ജോങ്ക്യോവിന്റെ മുമ്പിലേക്ക് ഹാൻചുൾ എത്തി. വഞ്ചകൻ എന്ന് പറഞ്ഞ് അവനെ മർദ്ദിച്ചു. അടുത്ത ദിവസം അതുകൊണ്ട് തന്നെ ഹാൻചുൾ ജിൻമാന്റെ മുമ്പിലെത്തി അവനെ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. പക്ഷേ ഹാൻചുള്ളിനെതിരെ അതിനോടകം വൈരാഗ്യം ഉണ്ടായിരുന്ന മിൻസു ആകട്ടെ ആദ്യമേ ഫൈറ്റിനിറങ്ങി ഹാൻചുള്ളുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ശക്തമായൊരു ഫൈറ്റ് തന്നെ നടന്നു. നിർഭാഗ്യവശാൽ ഹാൻചുൾ അത്തവണയും മിൻസുയെ പരാജയപ്പെടുത്തി. അന്നത്തെ ഫൈറ്റിനു ശേഷം മിൻസുവും ജിൻമാനും ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ അവരിരുവരും സംസാരിച്ചു കൊണ്ടിരുന്നു. വീണ്ടും ഹാൻചുള്ളിനോട് തോറ്റതുകൊണ്ട് മിൻസു ആകെ അപ്സെറ്റ് ആയിരുന്നു. നിനക്കെന്താ ഹാൻചുള്ളിനോട് ഇത്ര വൈരാഗ്യം എന്ന് ജിൻമാൻ ചോദിച്ചതും മിൻസു തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ കാര്യം പറഞ്ഞു. മിൻസു പണ്ട് യോയൂൻ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ ഹാൻചുൾ യോയൂനെ വളച്ചെടുത്തു. അവൾക്കൊപ്പം കിടക്ക പങ്കിട്ടു. അതിൽ പിന്നെ യോയൂൻ മിൻസുവിനെ പരിഗണിക്കാതെയായി. യോയൂനെ കൂട്ടുവാൻ ഒരിക്കൽ മിൻസു ചെന്നെങ്കിലും അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഹാൻചുൾ അവനെ മർദ്ദിച്ചു. മിൻസു ഏറെ ബോറനാണെന്നും അവന്റെ കൂടെ തനിക്ക് താല്പര്യമില്ലെന്നും അന്ന് അവൾ പറഞ്ഞു. അതൊക്കെ മിൻസുവിന്റെ ഹൃദയം തകർത്തിരുന്നു. ഒക്കെ പറഞ്ഞ ശേഷം ഹാൻചുള്ളിനെതിരെ പ്രതികാരം തീർക്കുവാൻ അവനെ ഒരു ഫൈറ്റിൽ അടിച്ചു തോൽപ്പിക്കാൻ തന്നെ സഹായിക്കാമോ എന്ന് മിൻസു ചോദിച്ചു. അധികം വൈകാതെ തന്നെ ജിൻമാൻ ഒരു ഫോൺ കോൾ എത്തി. മൂൺഹാക്കിനടുത്തു നിന്നായിരുന്നു അത്. യോക്യുങ്ങിനെ തങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ടെന്നും അവളെ സേഫായി വേണമെങ്കിൽ പറയുന്നിടത്തേക്ക് ഫൈറ്റിന് വരാനും പറഞ്ഞായിരുന്നു അവൻ ജിൻമാനെ വിളിച്ചത്. ഒട്ടും മടിക്കാതെ ജിൻമാൻ അങ്ങോട്ടേക്ക് കുതിച്ചു. അവിടെ എത്തിയതും അവിടുണ്ടായിരുന്ന ടേഹാനും മൂൺഹാക്കുമായി ജിൻമാൻ ഏറ്റുമുട്ടി. ശേഷം ഹാൻചുളിന്റെ നേരെ തിരിഞ്ഞു. ജിൻമാൻ ആവശ്യമില്ലാതെ ആദ്യം ഒരു ഫൈറ്റ് ഒഴിവാക്കാനായിരുന്നു നോക്കിയത്. യോക്യുങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് പോവാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവൾ ജിൻമാന്റെ കൈവിടുവയ്ക്കുകയും തന്റെയും ഹാൻചുളിന്റെയും ഈവിൽ പ്ലാൻസിനെ പറ്റി പറയുകയും ചെയ്തു. യാഥാർത്ഥ്യത്തിൽ യോക്യുങ് എന്ന് പറഞ്ഞ് ജിൻമാന്റെ കൂടെ കൂടിയ അതേ പെണ്ണായിരുന്നു പണ്ട് മിൻസുവിനെ ചതിച്ച യോയു. ആദ്യം മുതലേ ജിൻമാൻ ഫൈറ്റിന് തയ്യാറാവില്ല എന്ന് കണ്ട് ഹാൻചുൾ തന്റെ ഫ്രണ്ട്സിനെയും യൂൻയുവിനെയും വെച്ച് നടത്തിയ പദ്ധതിയായിരുന്നു ഇത് മുഴുവൻ. ജിൻമാനോട് ഫൈറ്റ് ചെയ്ത് വിജയിച്ചാലേ അവന് സ്കൂളിലെ ഏറ്റവും ടോപ്പ് അധികാരത്തിൽ എത്താൻ സാധിക്കൂ. അതുവരെ യോക്യുങ്ങിനെ നേരിട്ട് കാണാത്തതുകൊണ്ട് മിൻസുവിനും ഇതിനെപ്പറ്റിയൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന ജിൻമാൻ മിൻസുവിന് വേണ്ടി അവനോട് പ്രതികാരം തീർക്കും എന്ന് പറഞ്ഞ് ഹാൻചുളിനെ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു.
ഫൈറ്റിനൊടുവിൽ ജിൻമാൻ തന്നെ വിജയിച്ചു. ആ ഫൈറ്റിന്റെയും അതിനു മുമ്പുണ്ടാക്കിയ പല പ്രശ്നത്തിന്റെയും പേരിൽ പിന്നീട് ഹാൻചുള്ളിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ജിൻമാനും മിൻസുവും പിന്നീട് അങ്ങോട്ടേക്ക് അടുത്ത സുഹൃത്തുക്കളുമായി മാറി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.